നമസ്കാരം. വളരെ സന്തോഷവും അഭിമാനവും നൽകുന്ന വാർത്തകളാണ് കഴിഞ്ഞ 2 ദിവസമായി കേരളീയർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മതപണ്ഡിതനായ സാധാരണ പള്ളി ദർസുകളിൽ പഠനം നടത്തിക്കൊണ്ട് ഉയർന്നു വന്ന് കഴിഞ്ഞ 50 വർഷക്കാലം കൊണ്ട് കോഴിക്കോട് കാരന്തൂരിലെ മർക്കസ് സഖാഫത്തി സുന്നിയ എന്ന് പറയുന്ന വലിയൊരു സാംസ്കാരിക കേന്ദ്രത്തിന് തുടക്കമിട്ടുകൊണ്ട് ഇന്ന് വളർന്ന് പന്തലിച്ച് 10,000-കണക്കിന് ആളുകൾ വിദ്യാഭ്യാസം നേടുന്ന, ഇതിനകം 1000-കണക്കിന് അനാഥ വിദ്യാർത്ഥികൾ പഠനം പൂർത്തീകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലികളിൽ കയറിയ, അങ്ങനെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയ വലിയൊരു സ്ഥാപനത്തിൻ്റെ നേതൃത്വം നൽകുന്ന 50 വർഷം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേരിട്ടിടപെട്ടുകൊണ്ട് യമനിലെ ജയിലിൽ കുടുങ്ങിക്കിടക്കുന്ന നിമിഷപ്രിയ എന്ന് പറയുന്ന മലയാളി സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ ശക്തമായി ഇടപെട്ടിരിക്കുന്നു. നാളെ തൂക്കുകയർ മുറുകി മരിച്ചു വീഴേണ്ടിയിരുന്ന കുടുംബം കണ്ണീരോടുകൂടി നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിലൂടെ ഇന്ന് ഒഴിവായി കിട്ടിയിരിക്കുന്നത്. നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ തങ്ങൾക്കൊരു തരത്തിലും ഇടപെടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈമലർത്തിയ ഒരു വിഷയത്തിലാണ് കാന്തപുരം എന്ന് പറയുന്ന മതപണ്ഡിതൻ നേരിട്ടിടപെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഷെയ്ഖ് ഹബീബ് ഉമറുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നേരത്തെ മർക്കസിൽ വന്നിരുന്ന ഹബീബ് ഉമറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബവുമായി ഇന്നലെ മുതൽ നേരിട്ട് ചർച്ച തുടങ്ങിയത്. ഇതാദ്യമായിട്ടാണ് കുടുംബവുമായി ചർച്ച നടത്തുന്നത്. ആ ചർച്ച പുരോഗമിച്ചുകൊണ്ട് ഏതെങ്കിലും അവർക്ക് ആവശ്യമായ ബ്ലഡ് മണി കൊടുത്തുകൊണ്ട്, നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഹബീബ് ഉമറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിലൂടെ തലാലിൻ്റെ കുടുംബത്തിൻ്റെ മാപ്പ് വാങ്ങിക്കൊണ്ട്, തലാലിൻ്റെ കുടുംബം പുറത്തു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മാപ്പ് കൊടുത്തുകൊണ്ട് നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയെ രക്ഷപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ ധാരാളം ദുരൂഹതകളുണ്ട്. അതൊക്കെ തന്നെ നിമിഷപ്രിയ പുറത്തു വന്നാൽ മാത്രമേ പുറത്തു വരാൻ സാധിക്കുള്ളൂ. ഏകപക്ഷീയമായി വിധി പറയാൻ ഒന്നിനും ഞാൻ ആളല്ല. പക്ഷേ ഇന്നലെയും മെനയാന്നും പല കോണുകളിൽ നിന്നും കാന്തപുരത്തെ പരിഹസിക്കാനും അതേപോലെ തന്നെ ഇത് ശരീഅത്ത് വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകളൊക്കെ തന്നെ ഇന്ന് വ്യാപകമായി അദ്ദേഹത്തെ പുകഴ്ത്തുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു. നല്ല കാര്യം. എല്ലാവരും നല്ല കാര്യത്തിന് യോജിച്ച് നിൽക്കുകയാണ് വേണ്ടത്. അതിനെ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോട് അഭ്യർത്ഥിക്കാനുള്ളത്, കേരളം കണ്ട ഏറ്റവും മികച്ച സാമൂഹ്യ പരിഷ്കർത്താവായ, ഏറ്റവും വലിയ സാമൂഹ്യ സേവകനായ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് പിന്നോക്കം നിന്നിരുന്ന മുസ്ലിം ന്യൂനപക്ഷത്തെ കൈപിടിച്ചുയർത്തുന്നതിന് ഏറ്റവും ശക്തമായി പ്രവർത്തിച്ച, തികഞ്ഞ മതേതര നിലപാടോടുകൂടി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ എല്ലാ മതക്കാരെയും അധ്യാപകരായി നിയമിക്കുന്ന അപൂർവം മത സ്ഥാപനങ്ങളിൽ ഒന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന മർക്കസു സഖാഫത്തി സുന്നിയ, അതിൻ്റെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. അതുകൊണ്ട് എനിക്ക് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ടുന്ന, അതുപോലെ ധാരാളം വിഷയങ്ങളിൽ, അതേപോലെ മലേഷ്യയിലെ പരമോന്നതമായ ലോകത്തുള്ള പ്രമുഖ മതപണ്ഡിതർക്ക് കൊടുക്കുന്ന പ്രത്യേകമായ ഹിജറ പുരസ്കാരത്തിന് മലേഷ്യൻ പ്രധാനമന്ത്രി പ്രത്യേകം വിമാനം അയച്ചുകൊണ്ട് അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി അവാർഡ് കൊടുത്ത വാർത്തയും നാം കേട്ടതാണ്. അതുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ രാജ്യത്തെ പരമോന്നത ബഹുമതികളിൽ ഒന്ന് അദ്ദേഹത്തിന് കൊടുക്കണം. കഴിയുമെങ്കിൽ പത്മഭൂഷൺ തന്നെ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് ആദരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവശ്യമായ നടപടികൾ നീക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും ഇത് പുതിയ ഒരു നല്ല അധ്യായമാണ്. മതസ്പർദ്ധയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മതം മറന്നുകൊണ്ട് മനുഷ്യന് വേണ്ടി ശ്രമിക്കുന്ന കാന്തപുരത്തിൻ്റെ നിലപാട് അങ്ങേയറ്റം പ്രശംസനീയമാണ്. ഏറ്റവും അടുപ്പമുള്ള ഒരു മതപണ്ഡിതൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ എല്ലാ ആദരവും സന്തോഷവും അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.